ഈ ഫ്ലാറ്റിൽ വന്നിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പൊ ഞാൻ കരുതി കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. യൂഷ്വലി ഇതൊന്നും ചെയ്യാറില്ല. ഹണി റോസ് അപ്പൊ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഹണി റോസ് ചേച്ചിയുടെ വീട്ടിലാണ്. എനിക്ക് മാർക്കറ്റിൽ പോകുന്ന ഇഷ്ടമാണ്, മീൻ കടയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഡ്രസ്സിങ്ങിനൊക്കെ ചില കാര്യങ്ങൾ ഭയങ്കര ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ഇത് ഒരു ചെറിയൊരു ബാർ യൂണിറ്റ് പോലെ വെച്ചേക്കുന്നതാണ്. എലഗന്റ് ആയിട്ടുള്ള പീസസ് ആണ്. ഇതെല്ലാം ഞാനും നെബൂസും കൂടി ഇന്നലെ രാത്രിയിൽ ഇരുന്ന് സെറ്റ് ചെയ്തതാണ്. എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വെറുതെ. ഇത് ക്യൂൻസ് വേ അല്ലേ ചേച്ചി? അതെ അതെ. ഇവിടെ ഇന്ന് രാത്രി കുറെ കാഴ്ചകളൊക്കെ കാണാമല്ലോ. ഇവിടെ ഭയങ്കര ആളുകൾ, നിറയെ ആളുകളായിരിക്കും വരിക. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ലവേഴ്സ് കോർണർ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും രംഗങ്ങളൊക്കെ കാണാറുണ്ടോ? റൊമാൻറ്റിക് ആയിട്ടുള്ള നടത്തങ്ങൾ? പിന്നെ ഏതാ ഇപ്പൊ നോക്കുമ്പോഴും നമുക്ക് കാണാം, എപ്പോഴും ആളുകൾ ഉണ്ടാവും അവിടെ. ഫാൻഡി ഹാപ്പി ക്രിസ്മസ്. പപ്പേ ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ടോട്ടൽ ഇപ്പൊ 3 ഉള്ളൂ. കാരണം നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അതെ, ഇഫീസിലെ ചേച്ചി കല്യാണം കഴിച്ചാലല്ലേ എന്നാലും അതിന് ഇത്രയും ആവശ്യമുള്ളൂ. ശരിയാണല്ലോ. സോറി യൂസ് ചെയ്തിട്ടില്ല. നല്ല മൃദുലമായ ബ്ലാങ്കറ്റും കാര്യങ്ങളും. നൈസ്. ശോഭനമായ ഒരു IT കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം? എന്നാൽ എക്സ്പേർട്സ് ലാബിലൂടെ നിങ്ങളുടെ IT കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യൂ. ടോപ്പ് IT കമ്പനിയിൽ പ്ലേസ്മെന്റ് ആകുന്നതുവരെ സ്റ്റൈപ്പൻഡോടുകൂടി ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാം. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ല, വാഗ്ദാനമാണ് ഞങ്ങൾ നൽകുന്നത്. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. സോ ഇന്ന് December 25 ക്രിസ്മസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ ഞങ്ങൾ മൈൽസ്റ്റോൺ ഫാമിലി എല്ലാവരും ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ വീട്ടിലാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ആരുടെ വീടാണ്, എന്താണെന്നൊക്കെ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ഫോളോ മീ. അപ്പോൾ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ വ്യക്തിയുടെ പേര് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഹണി റോസ്. അപ്പോൾ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഹണി റോസ് ചേച്ചിയുടെ വീട്ടിലാണ്. സോ നമ്മളെ വരവേൽക്കാനായിട്ട് ചേച്ചി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഡെക്കോറൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇതിലും അടിപൊളിയായിട്ടായിരിക്കും ചേച്ചി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ കാണാൻ നിങ്ങൾ റെഡിയല്ലേ? ഞാൻ ഇപ്പോഴേ റെഡിയാണ്. അപ്പോൾ ഞാനൊന്ന് ഹോണി ബെൽ അടിക്കട്ടെ. ഓക്കെ, ഹലോ. ഈ നായും തന്നെ മൈക്ക് വിളിച്ചു. ഹലോ, ഐ ആം ഗുഡ്. ഹൗ ആർ യു? Good. Thank you. Please. യെസ്. അപ്പൊ ഞങ്ങൾ December 25 ആരുടെ വീട്ടിൽ പോയി സെലിബ്രേറ്റ് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്ന് ലാസ്റ്റ് ഞങ്ങൾ ഹരി ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ക്രിസ്മസിന് തന്നെ നല്ലൊരു. അതെ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്നോട് പറഞ്ഞു ക്രിസ്മസ് ആണ്, അപ്പൊ ഹണി ചേച്ചി നല്ല സ്റ്റൈലായിട്ട് എടുത്ത് നിക്കണം, അപ്പൊ എന്നോട് റെഡ് ഇടണ്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ യെല്ലോ കോസ്റ്റ്യൂമില് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ ഇട്ടോണ്ട് വന്നിരിക്കുകയാണ്. താങ്ക് യു. അപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ ക്രിസ്മസ് ഡെക്കോർ ഹാങ്ങിങ് ഒക്കെ കണ്ടു. അപ്പൊ ഞാൻ പറയാ ചെയ്ത്, അപ്പൊ വീടിന്റെ അകം കാണാൻ അടിപൊളിയായിരിക്കും ക്രിസ്മസിന് ഡെക്കറേറ്റ് വന്നിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പൊ ഞാൻ കരുതി കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. യൂഷ്വലി ഇതൊന്നും ചെയ്യാറില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിലാണ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇവിടുത്തെ ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് ഒന്ന് ഓക്കെ. അപ്പൊ ഞങ്ങൾ മൈൽസ്റ്റോൺ ഫാമിലി മെമ്പേഴ്സിന് ആദ്യമായിട്ടാണ് ചേച്ചിയുടെ ഈ ഒരു ഫ്ലാറ്റ് അല്ലെ, ന്യൂലി ഫ്ലാറ്റ് കാണിക്കുന്നത്. സോ ഞങ്ങൾ ആദ്യം ഈ ഫ്ലാറ്റ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒക്കെ ഞങ്ങളെ കാണിച്ചു തന്നെ. ഓക്കെ, എന്തെങ്കിലും ഹിഡൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഇവിടെ തുടങ്ങാം അല്ലേ? ഞാൻ ആദ്യം ഇതാണ് നോട്ട് ചെയ്തത്. ഓക്കെ, അതെ, ഇത് ആക്ച്വലി നമ്മുടെ ഫ്ലാറ്റ് ഡി ലൈഫ് ആണ് ചെയ്തത്. അവര് സെലക്ട് ചെയ്ത കുറച്ച് പീസസ് ആണ്. ഇതിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ചേച്ചിയും പോയി പർച്ചേസ് ചെയ്തോ അതോ എല്ലാം നമ്മള് നോക്കാറുണ്ട്, ഒരുമിച്ചാ പർച്ചേസ് ചെയ്യാൻ പോവാറുള്ളത്. അപ്പം എനിക്കും അവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് എടുത്തു വെക്കാറ്. ഓക്കെ, നൈസ്. കേറുമ്പോ തന്നെ ഒരു വാം ആയിട്ടുള്ള ഒരു ലൈറ്റിങ് കാര്യങ്ങളും. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ കുട്ടി പുൽക്കൂട്. നൈസ്, അടിപൊളിയായിട്ടുണ്ട്.
നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സ്പേസിൽ വെക്കാന്ന് ഈ കരുതി. ഐഡിയ ചേച്ചിയുടെ ആണോ അതോ പപ്പയുടെ മമ്മിയുടെയോ? ഞാന് ഞങ്ങളുടെ നെബൂസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഡ്രൈവറും എല്ലാം ഓൾറൗണ്ടർ ആണ് ഇവിടുത്തെ. അപ്പൊ പുള്ളി ഞങ്ങൾ രണ്ടുപേരും കൂടി സെറ്റ് ചെയ്തതാണ്. ഉള്ള സ്ഥലത്ത് നമ്മൾ പുൽക്കൂട് അല്ലെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ. ആന്റി ഇവിടെ ഒരു ക്രിസ്മസ് ടച്ച് കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസിന്റെ ഒരു വൈബ്, റെഡ്, ആ ഒരു കോൺട്രാസ്റ്റ് ഗ്രീൻ ആൻഡ് റെഡ് ഭയങ്കര രസമായിരിക്കും. ചേച്ചിയുടെ ഫേവറേറ്റ് ഏതാ? റെഡ് ആണോ ബ്ലാക്ക്? ബ്ലാക്ക് ആണ്. ഓക്കെ. ഫേവറേറ്റ് എന്ന് പറയാൻ ബ്ലാക്ക് പറയും, എല്ലാ കളേഴ്സും. എല്ലാ കളേഴ്സും. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കുട്ടി ക്രിസ്മസ് ട്രീ. യെസ്, ഇത് ആക്ച്വലി ഒരു അബദ്ധം പറ്റിയതാണ്. ആദ്യം പോയി ഒരു കുട്ടി, നമ്മൾ ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് സ്റ്റോർ ചെയ്യണോ, അപ്പം ചെറുത് മതി എന്നും പറഞ്ഞ് ചെറുത് വാങ്ങിച്ചു. അപ്പൊ ഇവിടെ വന്നപ്പോ കുറച്ചും കൂടെ വലുത് വേണമെന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒരു സൈഡിൽ കൊടുത്തു, ഇവിടെ ഒരു സൈഡിലേട്ടോ. അങ്ങനെ ഒതുക്കി വെച്ചേക്കുന്ന ട്രീ കിട്ടി. ഓക്കെ, നൈസ്. ഇവിടെ റെഡും എല്ലാ ടച്ച് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു റെഡ് സ്കിൻ ടോൺ കളേഴ്സ് ഒക്കെ വന്നപ്പോ നല്ല ഭംഗിയാണ്. ഇതൊന്നും ഈ റെഡ് ഒന്നും നമ്മുടെ ഇന്റീരിയറിന്റെ ഭാഗമല്ല, അല്ല, ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഓക്കെ, പക്ഷെ നല്ല എടുപ്പുണ്ടല്ലേ കാണാനായിട്ട്. ഓക്കെ. ആൻഡ് ഇനി എന്താണ് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഡിഫറെന്റ് ടൈപ്പിലുള്ള സ്റ്റാച്യൂസ് ആണ്, വേറെ എവിടെയും കാണാത്ത ടൈപ്പ്. ഇതെങ്ങനെ ഇവിടെ? എനിക്ക് ഈ ആളെ ഭയങ്കര ഇഷ്ടമാണ്. കാലൊക്കെ നീട്ടി ഒരു പൂവൊക്കെ പിടിച്ചു, റോസ് ആണെന്ന് തോന്നുന്നു കയ്യിലുള്ളത്. ഓക്കെ. ഹണി റോസിന്റെ റോസും പിടിച്ചു. ആള് ഭയങ്കര രസമാണ്. ഇതെല്ലാം ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ്? ഇവിടുന്ന് തന്നെയാണ്. ഇവിടെ പല സ്റ്റോറിൽ നിന്ന് കൊച്ചിയിൽ തന്നെ എടുത്താണ്. ഓക്കെ. ബുക്സ് വായിക്കാറുണ്ടോ? ഒരുപാട് കുറച്ച് ബുക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പപ്പയും മമ്മിയൊക്കെ വായിക്കോ? ഇല്ല, എനിക്ക് വായിക്കാൻ തന്നെ വാങ്ങിച്ചേക്കുന്നതാണ്. എനിക്ക് ചില കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊന്നാണ് ബുക്സ്. ബുക്സ് കാണുമ്പം എനിക്ക് മാർക്കറ്റിൽ പോകുന്ന ഇഷ്ടമാണ്, മീൻ കടയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ബുക്സ് വായിക്കുന്നത്, ഡ്രസ്, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഭയങ്കര ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിലൊന്നാണ് ബുക്സ്. ഇവിടെ ഇതൊരു പീസ് ലില്ലി പ്ലാന്റ്. എന്തെങ്കിലും അതിന്റെ ബാക്കിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? പീസ് ലില്ലി സമാധാനം കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഫ്ലാറ്റിൽ വന്നിട്ട് ഇപ്പൊ തന്നെ സമാധാനം ഉണ്ട്. അതെ, ഐശ്വര്യം ഞങ്ങൾ വന്നല്ലോ ക്രിസ്മസിന്. അതെ. ഓക്കെ. ഇവിടെ ടിവി യൂണിറ്റ് അല്ലേ? ടിവി യൂണിറ്റ്. ഓക്കെ. ഇവിടെ ഒരു റെഡ് തീം വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടായിരുന്നല്ല, ഈ പോട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ചേച്ചിയാണോ? ക്രിസ്മസിന്റെ ഐറ്റംസ് എല്ലാം ചേച്ചിയാണോ പർച്ചേസ് ചെയ്തത്? ടൈം കിട്ടി? അത് രസമാണ്. എനിക്കിത് അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പർച്ചേസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പോയി പർച്ചേസ് ചെയ്തത്. അപ്പൊ ഒരു തവണ പറഞ്ഞിട്ടിട്ട് നമ്മൾ അവിടെ എവിടെയൊക്കെ പോയിട്ട് ട്രാവൽ ചെയ്ത് പറഞ്ഞിട്ട് മറ്റേ ഈശോയുടെ ഒക്കെ കടയിൽ ചെന്നപ്പോ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഇതെന്താണ് ഇങ്ങനെ മൊത്തത്തിലല്ലേ അവരുടെ മനസ്സിലേക്കും പറഞ്ഞിട്ടിട്ട് എന്താണ് ഇവിടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷെ അവർക്കറിയാം, പറഞ്ഞിട്ടാലും ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഇതാണ് ചേച്ചി പറഞ്ഞ ബിഗ് ക്രിസ്മസ് ട്രീ അല്ലേ? ഓക്കെ. ഇത് ഫൈനലി പോയി മേടിച്ചു. പക്ഷെ നല്ല കറക്റ്റ് പ്ലേസിൽ തന്നെയാണ് പ്ലേസ് ചെയ്ത്. എല്ലാ വീടിന്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്കൊരു വ്യൂ ഉള്ള ഒരു സ്പേസ് ആണ് ഇത്. ഇത് ആക്ച്വലി വാം ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇതേ കൂടെ? പക്ഷെ ഭയങ്കര ബ്രൈറ്റ് ആണ്. ഇവിടെ ലൈറ്റിനേക്കാളും എനിക്ക് തോന്നുന്നു ബോൾസ് ഒക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട്. ഇപ്പൊ നമ്മള് പകൽ സമയത്തല്ലേ, ഇപ്പം ജസ്റ്റ് ചെറുതായിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. നൈറ്റ് ആണ് ക്രിസ്മസിന്റെ ഒരു വൈബ്. അതെ അതെ. പേടിക്കണ, ഞങ്ങൾ വൈകിട്ട് ആകുമ്പോ തന്നെ പോകുന്നുള്ളൂ. ക്രിസ്മസിന്റെ വൈബും കൂടെ കണ്ടറിഞ്ഞിട്ട് അങ്ങ് പോവാതെ. ഓക്കെ. ചേച്ചി ഇവിടെ തന്നെ നിൽക്കുമ്പോഴത്തേനും ഓക്കെ ക്രിസ്മസ് സ്റ്റാർ. അതെ, സാധാരണ എല്ലാരും ടോപ്പിൽ ഒരു സ്റ്റാർ കൊടുക്കാറുണ്ട്. ഉണ്ട്, ഇവിടെ ഉണ്ട്, ഒരു കുഞ്ഞു സ്റ്റാർ ഉണ്ട്. പറയണം നമ്മൾ. ഡിഫറെന്റ് അല്ല, ന്യൂജൻ സ്റ്റാർ ആയിട്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഇത് ഒരു ചെറിയൊരു ബാർ യൂണിറ്റ് പോലെ വെച്ചേക്കുന്നതാണ്. അപ്പൊ അതൊരു ക്രിസ്മസിന്റെ പിന്നെ ബോട്ടിൽസിന്റെ ക്യാപ്പ് എല്ലാം റെഡ് ആയതുകൊണ്ട് പിന്നെ ഷോയ്ക്ക് വെച്ചേക്കുന്ന റെഡ് ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ക്രിസ്മസ് തീം ഒന്നുമില്ല. ഇത് നൈസ് ആയിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട്. ഇത് അടിപൊളി. ഇത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. 2-3 കമ്പിൽ കുത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല റേറ്റ് ഉണ്ടാവില്ലേ? റേറ്റ് ഉണ്ട്, നല്ല റേറ്റ് ഉണ്ട് തോന്നി. ഞാൻ കരുതി ഇങ്ങനെ നെബു പറയുന്നുണ്ട്, ഞങ്ങള് നെബുവും ഞാനും കൂടെ പോയെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ബിസിനസ് തുടങ്ങും, കുറച്ച് കമ്പൊക്കെ കുത്തി വെച്ചാൽ മതി. ഇത് നൈസ്, ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലേ? ഭയങ്കര രസമായിട്ടുണ്ട്. ഇവിടെയും കൊറേ
ആർട്ടിഫിഷ്യൽസ് ആയിട്ടുള്ള ചെറീസും കുഞ്ഞു കാര്യങ്ങളും. മൂങ്ങ ഇത് അവളാണ് ഞാൻ എന്റെ തോന്നുന്നു ഇത്. വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആണ്. എനിക്ക് ഇതിങ്ങനെ നെക്കാനും ഇങ്ങനെ കടിക്കാനൊക്കെ തോന്നുന്നു. അതപ്പോ പോയില്ല. ഇല്ല, പോകത്തില്ല. ആണ്. ഇല്ല, ചേച്ചി നെക്കണ്ട കേട്ടോ, ഇനി കൊളായാലോ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ഉണ്ട്. ഇവിടുത്തെ ഫ്ലവർ പോട്ട്സ് ഒക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. എല്ലാം ഡിഫറെന്റ് ആണ് അല്ലേ? ഇത് സെറാമിക് ആണോ? ഇത് സെറാമിക് ആണെന്ന് തോന്നുന്നു. അതെ. സെറാമിക്കോ? ഐ തിങ്ക് സോ. ഓക്കെ. ഇത് പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഓക്കെ. ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത് ഇതാണ് വാഴ. അങ്ങനെ വെള്ളം ഇല്ലേലും വെള്ളം ഒത്തിരി വേണ്ട, നമ്മൾ ഒത്തിരി മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ സൺലൈറ്റും ഇല്ലെങ്കിലും ഇവിടെ നിൽക്കുന്ന മര്യാദക്ക് നിൽക്കുന്നത് ഒരു ചെടി ഇതാണ്. ചേച്ചിക്ക് ഭയങ്കര ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു മോൺസ്റ്റർ, അങ്ങനെ കുറെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ അത്യാവശ്യം വെയിൽ വേണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തോണ്ട് നടക്കണം. അല്ലെങ്കിൽ ഇവിടെ ഈ സൈഡ് ഏറ്റവും കൂടുതൽ ബാൽക്കണിയിൽ നല്ല ഇവിടെ ബാൽക്കണി, എല്ലാ ബാൽക്കണീസിലും നല്ലതായിട്ട് വെയിൽ അടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മളതിങ്ങനെ അതിനെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കണം, വെയിൽ കൊള്ളിക്കണം, പിന്നെ തിരിച്ചു കൊണ്ടുവരണം. അതൊക്കെ ഇച്ചിരി ചടങ്ങാണ്. ഏറ്റവും ബുദ്ധിമുട്ട് ഫ്ലാറ്റിൽ എനിക്ക് തോന്നുന്നു പ്ലാന്റ്സ് മെയിൻറ്റെയിൻ, ബിക്കോസ് നമ്മളിങ്ങനെ എപ്പോഴും യാത്ര ആയതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഇവിടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. ഓക്കെ. ഇത് നല്ല രസമുണ്ട്. ഇത് ഒറിജിനൽ അല്ലേ? ഒറിജിനൽ സ്റ്റോൺസ് ആണ്. ഇത് ആരുടെ ഐഡിയ? ഇത് ഈ ഒരു സാധനം വേണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ കുറെ റെഫറൻസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് അങ്ങനെ കാണുമ്പോ ഒരു ഭയങ്കര ഒരു ഫീൽ, അതിലേക്ക് നോക്കുമ്പോ ഒരു എന്തോ ഒരു സന്തോഷം. അത് സെയിം കളർ പാറ്റേൺ തന്നെ ചൂസ് ചെയ്തു. ഇത് റിയൽ സ്റ്റോൺ, അതിന്റെ തന്നെ കളേഴ്സ് ആണ്. അതിലൊന്നും നമ്മൾ പോളിഷ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ഓക്കെ. ചേച്ചിക്ക് എവിടെ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ എവിടെ നിന്നാ കിട്ടിയത്? ഞാനും കുറെ പിൻട്രസ്റ്റ് തപ്പാറുണ്ടല്ലോ, ഞാൻ ഇതൊന്നും കാണാറില്ല. നമ്മളെ ഈ വീടിന്റെ ഇങ്ങനെയൊക്കെ അല്ലെ ഡ്രസ് നമ്മൾ ചെയ്യുമ്പം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പൊക്കെ ആയിട്ട് പിൻട്രസ്റ്റിൽ കയറി കുറെ റിസർച്ച് നടത്താറുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇത് പർച്ചേസ് ചെയ്തിട്ട് ഇതിന്റെ ബാഗ് ഇതൊന്നൊക്കെ സെറ്റ് ആക്കണല്ലോ, അത് എത്ര ടൈം, എത്ര ലോങ്? ഇന്റീരിയർ പറഞ്ഞ പോലെ ഡീലൈഫാ ചെയ്തത്. അവരങ്ങനെ വലിയ സമയം എടുത്തില്ല, പെട്ടെന്ന് തന്നെ. അതെ, അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അതിന് മുമ്പായി തന്നെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഈ ചിലവരുടെ വീട്ടിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്റീരിയർക്കാരെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പക്ഷെ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതല്ലായിരിക്കും അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഒരിക്കലും വന്നിട്ടില്ല. കാരണം നമുക്ക് വളരെ കേപ്പബിൾ ആയിട്ട് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് അവര്. അതേപോലെ തന്നെ ഓരോ സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും അവിടുന്ന് ഒരു ആളും ഹരി എന്ന് പറഞ്ഞൊരു പിള്ളയായിരുന്നു ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹവും ഞാനും കൂടി പോയിട്ടാണ് ഇതെല്ലാം സെലക്ട് ചെയ്യുന്നത്. അപ്പം പിന്നെ നമുക്ക് വേറെ അങ്ങനെ അതിലൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇപ്പൊ ചേച്ചി ഷൂട്ടിന്റെ അല്ലെങ്കിൽ ഷോസിനൊക്കെ ഇങ്ങനെ പോകുമ്പോ തന്നെ ആരാണ് ഈ പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ നോക്കാറുണ്ട്. ഒരു അച്ഛൻ ഇടയ്ക്ക് വരാറുണ്ട്, ഞാനും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവിടെ ചെറിയ ചെറിയ സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാറുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റ്സ് 3 അല്ലേ? ഓക്കെ. യെസ്, അങ്ങനെ ഡൈനിങ് ഏരിയയും ചേച്ചി മൊത്തം ക്രിസ്മസ് തീം ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് എനിക്ക് വേണ്ടിയാണോ കേക്കൊക്കെ ഇവിടെ സെറ്റ് ആക്കി? അതെ, നമുക്ക് കട്ട് ചെയ്യും, എന്തായാലും കട്ട് ചെയ്യും. ഓക്കെ. ഇവിടെ പ്ലേറ്റ്സ് റെഡ്, പിന്നെ ഇത് ടീ അല്ലേ? ടീ വെക്കുന്ന സംഭവം ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള പീസസ് ആണ്. ഇതെല്ലാം ഞാനും നെബൂസും കൂടി ഇന്നലെ രാത്രിയിൽ ഇരുന്ന് സെറ്റ് ചെയ്തതാണ്. എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വെറുതെ. അല്ല, ശരിക്കും ബേസിക്കലി ഇങ്ങനെ വീട് ഭയങ്കര നീറ്റ് ആയിട്ട് ഇടണം അങ്ങനെയൊക്കെ ഉള്ള കൂട്ടത്തിലാണോ? ലൈക്ക് അങ്ങനെയൊക്കെ ഉദ്ദേശമുണ്ട്, പക്ഷെ ഒരിക്കലും ചെയ്യാറില്ല. തിരക്കുകൾ കാരണം നടക്കാറില്ല. അതുകൊണ്ടല്ല അപ്പൊ അമ്മ എപ്പോഴും ഇങ്ങനെ തൂക്കാനും പഠിക്കാനും അമ്മയുടെ ഒരു സെക്ഷനാണ് അത്. അമ്മയ്ക്ക് അത് ഭയങ്കര വൃത്തിയാക്കി എപ്പോഴും ഇടുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കിച്ചണിൽ കയറിയാൽ ശരിയാവത്തില്ല. അപ്പൊ അമ്മയാണ് ഇത്രയും നീറ്റ് ആക്കിയൊക്കെ ഇടുന്നതൊക്കെ. അമ്മേനെ സഹായിക്കാൻ ചേച്ചിയുണ്ടോ അതോ അമ്മ മാത്രമേ ഉള്ളൂ? അമ്മനെ സഹായിക്കാൻ ഇപ്പൊ ഇടയ്ക്ക് ആളുകൾ വരാറുണ്ട്. അച്ഛനും ഞാനും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് സഹായത്തിന്. ഓക്കെ. വൈൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഡൈനിങ് സെറ്റ് ആരാ ചൂസ് ചെയ്തത്?
ഇത് ഡി ലൈഫിന്റെ ആണ്, അവരുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആണ്. അവരുടെ തന്നെ പ്രൊഡക്ഷനാ? ഓ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ ഒരു 80%ഉം നിങ്ങളുടെ ഇന്റീരിയർ കൂടുതലും അവരുടെ പ്രൊഡക്ഷനിൽ നിന്ന് വന്ന കുറെ സാധനങ്ങളുണ്ട്. അതല്ലാതെ നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്ന അതിന്റെ മറ്റേ ആക്സസറീസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ. റണ്ണർ റെഡ് ഇട്ടിട്ടുണ്ട്. കാൻഡിൽസ് നല്ല ഭംഗിയുണ്ട് അല്ലേ, കഴിക്കാൻ തോന്നുന്നു അല്ലേ? ഇപ്പൊ ചേച്ചി വിചാരിക്കും ഈ കുട്ടിക്ക് എന്ത് കണ്ടാലും കഴിക്കാൻ തോന്നുന്നു. നല്ല രസമാണ്, നല്ല രസല്ലേ? ഇങ്ങനെ ലൈക്ക് സാറ്റിസ്ഫൈങ് വീഡിയോയിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊന്നും കട്ട് ചെയ്യില്ല കേട്ടോ ചേച്ചി, എന്നെ കഷ്ടപ്പെട്ട് വെച്ചേക്കുന്നത്. ഈ സീലിംഗ്സ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നാണോ ഫ്ലാറ്റ്? എല്ലാം ചെയ്തു. പ്ലെയിൻ ആയിരുന്നു അപ്പൊ ഫ്ലാറ്റ് അല്ലേ? ആക്ച്വലി ഈ ഫ്ലാറ്റ് ഇത് കിച്ചൺ ആയിരുന്നു ഒറിജിനലി. അപ്പൊ എനിക്ക് ഒരു ഡൈനിങ് സ്പേസ് വേണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മള് ഇതൊരു റൂമായിരുന്നു, ബെഡ്റൂം ആയിരുന്നു. അപ്പം ഇത് ടോട്ടലി 4 BHK. അതെ അതെ. പർച്ചേസ് ചെയ്യുമ്പോൾ 5 ആയിരുന്നു. അല്ല 4 ആണ്. ഓക്കേ. അപ്പം ആ റൂം നമ്മൾ കിച്ചൺ ആക്കി ഇത് ഡൈനിങ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. ഓക്കെ. അപ്പൊ ടോട്ടൽ ഇപ്പൊ 3 ഉള്ളൂ, കാരണം നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അതെ, ഫ്യൂച്ചറിൽ ചേച്ചി കല്യാണം കഴിച്ചാലല്ലേ? എന്നാലും അതിന് ഇത്രേന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ശരിയാണല്ലോ. സോറി. അതെ. ഓക്കെ. പക്ഷെ ഈ ഒരു ഇത് ഇപ്പൊ നിങ്ങൾ കാണണ്ട, പക്ഷെ ഇതിലേക്കൊക്കെ നോക്കുമ്പോ എനിക്ക് ലക്ഷറി എന്താ ഹോട്ടൽ ലോബി ഒക്കെ ഇല്ലേ, നമ്മുടെ ക്രൗൺ മാരേജ് പോലെ. ഇങ്ങനത്തെ ഒരു ഇത്രയും ലോങ് കോറിഡോർ ആയിരുന്നില്ല. കിച്ചൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഡോർ അങ്ങനെ കുറച്ച് നമ്മള് ക്ലോസ് ചെയ്ത് കളഞ്ഞു ഡോർസ് ഒക്കെ. അപ്പം ഇവിടെ ഒരു മെയ്ഡിന്റെ ഒരു റൂമിനൊരു ഇങ്ങോട്ടൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തു. അതപ്പോ പുറത്തുനിന്ന് മാത്രമേ ഇപ്പൊ ആക്സസ് ഉള്ളൂ അതിന്. ഇവിടെ കിച്ചണിന്റെ ഡോർ ഉണ്ടായിരുന്നു, ഐ മീൻ ബെഡ്റൂമിന്റെ ഡോർ ഉണ്ടായിരുന്നു അവിടെ, അതും ക്ലോസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് കുറച്ച് നമുക്കൊരു ലെങ്തി ശരിക്കും ഒന്ന് അടിച്ചു പണിതല്ല, മൊത്തത്തില് ശരിക്കും അടിച്ചു പണിതിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു സ്വർഗ്ഗമായിരിക്കുന്നത്. സോ നമ്മൾ കിച്ചണിലേക്ക് പോണോ ബാൽക്കണിയിലേക്ക് പോണോ? ബാൽക്കണി പോവാം. ഓക്കെ ഗായ്സ്, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഇത് എന്താ ഇത്? ഒയ്യോ, രക്ഷയില്ലാത്ത ബാൽക്കണി ചേച്ചി, സൂപ്പർ. ഇത് ഡൈനിങ്ങിന്റെ ഐ മീൻ കിച്ചണിന്റെ ബാൽക്കണി ആയിരുന്നു ഇത്. ഓക്കെ. ഇത് ഡൈനിങ് ഏരിയ, ചെറിയ ബാൽക്കണി. നല്ല ഐഡിയ കേട്ടോ, എന്തായാലും ഡൈനിങ്. അയ്യോ എന്ത് രസാ. ഞാൻ ഇത് ആർട്ടിഫിഷ്യൽ ആക്കുന്നല്ല കേട്ടോ, സത്യത്തിൽ നല്ല രസമുണ്ട് ഇവിടുത്തെ വ്യൂ. ഒരു സമാധാനല്ല, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ നോക്കി ഇങ്ങനെ നിന്നാ. വളരെ കുറവാണ് നിൽക്കുന്നത്. അവിടുത്തെ ഒരു മെയിൻ ബാൽക്കണി ഉണ്ട് കേട്ടോ, അത് ഞാൻ എല്ലാം കറങ്ങി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടുത്തെ ഈ ബാൽക്കണിയുടെ ഒരു പ്രത്യേകത, നമുക്ക് കുറച്ചുകൂടി ഇവിടുത്തെ ഫ്ലാറ്റ്സ് ഇപ്പൊ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറെ മനുഷ്യരെയും കാണാം. അതെ. ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ വെള്ളവും അതെ കായൽ അതും കാണാം. രണ്ട് വ്യൂ ഉണ്ട്. ഇത് ആക്ച്വലി ക്യൂൻസ് വേ മംഗൾവനമാണ് ആ കാണുന്നത്. ഓക്കെ. ഇത് ക്യൂൻസ് വേ അല്ലേ ചേച്ചി? അതെ അതെ. ഇവിടെ ഇന്ന് രാത്രി കുറെ കാഴ്ചകളൊക്കെ കാണാമല്ലോ. ഇവിടെ ഭയങ്കര ആളുകൾ, നിറയെ ആളുകളായിരിക്കും വരിക. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ലവേഴ്സ് കോർണർ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും രംഗങ്ങളൊക്കെ കാണാറുണ്ടോ, റൊമാൻറ്റിക് ആയിട്ടുള്ള നടത്തങ്ങൾ? പിന്നെ ഇതാ ഇപ്പൊ നോക്കുമ്പോഴും നമുക്ക് കാണാം, എപ്പോഴും ആളുകൾ ഉണ്ടാവും അവിടെ. ഒരു ഭംഗിയാണ്. അതെ. ഓക്കെ. ഇവിടെയും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അല്ലെ, പാമും വെച്ചിട്ടുണ്ട്, ചെമ്പകവും വെച്ചിട്ടുണ്ട്. ചെമ്പകത്തിന്റെ പ്രത്യേകത നമ്മളിവിടെ വരുമ്പോ നല്ല സ്മെല്ലുണ്ടാവും. ഓക്കെ. ഈ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ വലിയ വലിയ വീടുകളിൽ ഈ ചെമ്പകം മലയിരിക്കാറുണ്ട്. ചെമ്പകം വലിയ മെയിന്റനൻസ് ഇല്ല, നമുക്ക് അതിനെ ഈസി ആയിട്ട്. ഇപ്പൊ ഇത് ഭയങ്കര നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒത്തിരി ഇങ്ങനെ പുറകെ നടന്ന് നോക്കണ്ട ഒന്നുമില്ല. പിന്നെ എപ്പോഴും പൂവുണ്ടാവും ഇതില്, നല്ല മണമായിരിക്കും. ഓക്കെ. ലെസ് മെയിൻ്റെനൻസ് ഉള്ളതുകൊണ്ടാണോ എല്ലാ വലിയ വീട്ടിലും ഇത് ഇന്നിരുന്നത്? ഞാൻ പത്രാസുകാരിയാണ്. അതെ, എല്ലാ വീടുകളിലും കണ്ടപ്പോ ഞാനും എന്റെ വീട്ടിൽ 2 ഇതിന്റെ ഒരു ഓറഞ്ച് ചെമ്പകം ഉണ്ട്, അത് ഈ താഴെ അവര് വെച്ചിട്ടുണ്ട്. അതിന്റെ അടുത്തോടെ പോകുമ്പോ തന്നെ എന്ത് മണാണെന്ന്, ഭയങ്കര സ്മെല്ലുണ്ടോ? ഇതിനുണ്ട്, നല്ല സ്മെല്ല്. ഓക്കെ. എന്റെ പക്ഷെ പൂവൊന്നും വന്നിട്ടില്ല. ചേച്ചി ഇത് വലിയ ട്രീ ആയിരുന്നപ്പോ തന്നെ ഇത്ര ഉണ്ടായിരുന്നു. ഇത് ഇതിന് താങ്ങ് കൊടുക്കാൻ വേണ്ടിയാണ്. അത് ഇവിടെ ഭയങ്കര കാറ്റാ. കാറ്റെന്ന് പറഞ്ഞാൽ ചില സമയം നമുക്ക് ഇവിടെ നിക്കാനേ പറ്റില്ല, അത്ര എടുത്തോണ്ട് പോകുന്ന പോലത്തെ കാറ്റായിരിക്കും വരാം. അപ്പൊ അതുകൊണ്ട് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുന്നതാണ്. മഴക്കാലത്ത് ഭയങ്കര രസമായിരിക്കും. മഴക്കാലത്തും ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ ദൂരെ കടല കാണുന്നത്. അപ്പൊ ആ കടലിന്റെ ആ ഒരു
കാറ്റിങ്ങനെ ഇടയ്ക്ക് വന്നോണ്ടേയിരിക്കും. മഴയുടെ സമയത്തും ഒക്കെ ഒരു മഴ സമയത്തൊക്കെ ചിലപ്പോ ഇങ്ങനെ ഒരു ചെറിയൊരു ഗോസ്റ്റ് എഫക്റ്റ് ഉണ്ട്, ഇങ്ങനെ ഊളിയിടുന്ന ഒരു കാറ്റൊക്കെ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നുണ്ടല്ലേ. ഓക്കെ, മഴക്കാലത്ത് ഒന്നും കൂടെ ഞങ്ങൾ വരുന്നതായിരിക്കും പറഞ്ഞു. ഇതൊക്കെ കിച്ചണിലേക്ക് പോയാലോ? ഓക്കെ, നല്ല വൺഫ്രീ. ഇതാരുടെ സെലക്ഷൻ ആണ്? ഇതും അവിടെ ഡി ലൈഫ് തന്നെ സെലക്ട് ചെയ്തതാണ്. എനിക്ക് പെയിന്റിങ്സ് ഇങ്ങനെ എന്താണെന്നൊന്നും മനസ്സിലാവാത്ത പെയിന്റിങ്സിനോട് അർത്ഥമൊക്കെ ഉണ്ട്. പെയിന്റിങ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതെ, നമ്മൾ കളർ തീം വെച്ചിട്ട് സെലക്ട് ചെയ്തതാണ്. നൈസ് നൈസ് നൈസ്. വൈറ്റ് ആയിട്ടുള്ള നാനോ വൈറ്റ് ടൈലല്ല ഇട്ടിരിക്കുന്നത്. നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അതെ, നമുക്കപ്പൊ ഈ കോർണർ തൊട്ട് അങ്ങ് തുടങ്ങാം അല്ലേ? ഓക്കെ, ഇവിടെ ഒരു കെറ്റിലല്ലേ ഇത്? അതൊരു കെറ്റിലാണ്, അത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഹൗസ് വാമിംഗ് ആയിട്ട് വെച്ച് ഇല്ല, നമ്മളത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് വാങ്ങിച്ച സമയത്ത് കിട്ടിയ ഒരു ഗിഫ്റ്റ്. അതെന്താണ് ഹൗസ് വാമിംഗ് ആയിട്ട് അങ്ങനെ വെക്കണ്ടെന്ന്? അങ്ങനെ ഇല്ല, ജസ്റ്റ് അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചിരിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ചേച്ചിയും പപ്പയും മമ്മയും അല്ലേ? ഇനിയാണ് ഗസ്റ്റുകൾ ആക്ച്വലി വരാൻ പോകുന്നതെന്നാണ്. അപ്പൊ ഈ മാസം മൊത്തത്തിൽ ഗസ്റ്റാ. ഞങ്ങൾ വന്ന് ഡിസംബർ 25-ന് കാലെടുത്ത് വെച്ചു അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ അതെ സ്പൈസസ് ഒക്കെ ഇങ്ങനെ. ഞങ്ങക്ക് എല്ലായിടത്തെയും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ സ്പൈസസ് നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഇതിന്റെയൊക്കെ അകത്ത് വെക്കുകയാണെങ്കിൽ കബോർഡ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാനുള്ള ഏത് എവിടെ ഇരിക്കുന്നു എന്ന് കൺഫ്യൂഷൻ. ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഈസിയാണ്, എല്ലാം ഉണ്ട്, എല്ലാം നമുക്ക് കാണാം, പെട്ടെന്ന് എടുക്കാം. ആൽമണ്ട്സ് ഇരിപ്പുണ്ട്. അതെ, അതിന്റെ ഇടയ്ക്ക് ഞാൻ അത് ഇത് ചായ, ഇത് ഉപ്പ്, കുരുമുളക്, ഇത് അമ്മയുടെ ചമ്മന്തി പൊടിയാണ്. ഹോം മെയ്ഡ് ഐറ്റംസ് എല്ലാം അമ്മയ്ക്കും ചേച്ചിക്കും കൈയെത്തുന്ന ദൂരത്തിലെല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, ഇൻട്രൊഡ്യൂസിങ്. അതെല്ലാം നമുക്ക് മറ്റേ അത് ഡി ലൈഫിന്റെ ഗിഫ്റ്റ് ആണ് ആക്ച്വലി. ഓക്കെ, ഇപ്പൊ എന്തോ അർത്ഥം ഉണ്ട്. ഞാൻ വായിച്ചു പോലും നോക്കിയിട്ടില്ല. അത് ഞാൻ വായിച്ചു നോക്കുമ്പോ എനിക്ക് അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ എന്തോ ഉണ്ട്, എന്തോ ഉണ്ട്. അല്ലാതെ അവർ ഗിഫ്റ്റ് തരില്ലല്ലോ. ഇതും ഡി ലൈഫിന്റെ തന്നെ ഗിഫ്റ്റാ? ഇത് അത് രണ്ടും അവരുടേതാണ്. ഓക്കെ, അത് അവർക്ക് തന്നെ അറിയാം എവിടെ യൂട്ടിലൈസ് ചെയ്ത് വെക്കണ്ടേന്നല്ലേ. ഇവിടെ ഇതേ ടീ കപ്പുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ചുമ്മാ എപ്പോഴും ഉണ്ടാവോ? ഇല്ല, അത് ഇതിങ്ങനെയൊന്നും അല്ല ഇരിക്കുക. നമ്മളിപ്പോ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി വെക്കുന്ന ഫുഡ് എല്ലാം ഇവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് നല്ലൊരു ഗ്യാസ് സ്റ്റവ് ഉണ്ട്. ഓക്കെ, ചിമ്മിനി, പിന്നെ ഒരു ചെറിയ ഒരു ഫ്രൂട്ട്സ്. ഇത് ബോട്ടിൽസ്, അത് ഓയിലാണ് എടുക്കുന്നത്, അത് കുറച്ച് എളുപ്പമാണ് ഇങ്ങനെ. ഓക്കെ, ഇത് നാച്ചുറൽ ഫ്രൂട്ട്സ് ആയിരുന്നല്ലേ? ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട്സ് ആയിരിക്കും. പിന്നെ ഇവിടുന്ന് സ്മെല്ല് വന്നപ്പോഴാണ് ഇത് നാച്ചുറൽ ഫ്രൂട്ട്സ്. അതൊക്കെ അവോക്കാഡോ. ഇതാണോ ചേച്ചിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണോ ഇതൊക്കെ? ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇതിലെ ഏറ്റവും ഇഷ്ടമുള്ള ഏത്? ആപ്പിൾ ആണോ? പോമഗ്രാനേറ്റ് ഉണ്ട്, അവോക്കാഡോ. പോമഗ്രാനേറ്റ് മാതള നാരങ്ങ ഉപയോഗിക്കാറുണ്ട്, പിന്നെ അവോക്കാഡോ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് പെർസിമൺ എന്നും പറഞ്ഞിട്ട് ടൊമാറ്റോ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട് അല്ലേ? നല്ല മധുരമുള്ളതാണ്. ഇവിടെ അവൻ ഇരിപ്പുണ്ട് അല്ലേ? അതെ, ഇതൊന്നും ഇതുവരെ ഞങ്ങള് യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ തുറന്നു ഫ്രഷ് ഗ്യാരണ്ടി പേപ്പർ വരാമല്ലേ, എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ഇതുവരെ ഉപയോഗിക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. എല്ലാം സെറ്റ് ഉണ്ടല്ലേ? കേക്ക് ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങ് വെച്ചൊക്കെ കൊടുത്താ മതി. ഓക്കെ, ഇവിടെ അതെ ഫ്രിഡ്ജ് ഉണ്ട്. ഇത് മറ്റേ കോഫി ഇതല്ല, ഐസ്. ഓക്കെ, അപ്പൊ ഫ്രിഡ്ജ്, കോൾഡ് വാട്ടർ കിട്ടുന്ന ഐസ്ഡ്. ഐസ് ക്യൂബ്സ്. ഇതിങ്ങനെ വെക്കുമ്പോ തന്നെ വന്നോളും. ഓക്കെ, ഫ്രിഡ്ജ് തുറക്കണ്ടല്ലോ നമുക്ക്? വേണ്ട. ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ ചേച്ചി പറയുന്നത് എല്ലാം അനുസരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് വാഷ് കൗണ്ടർ അല്ലേ? ഓക്കെ, അമ്മയ്ക്ക് നല്ലോണം കഴുകാൻ പറ്റുന്നത് ഒരുപാട് സ്റ്റോറേജ് കൊള്ളും അല്ലെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട്? അത്യാവശ്യം. പക്ഷെ അമ്മയ്ക്ക് ഇതിലാണ് ഏറ്റവും പ്രശ്നമുള്ളത്. ഞാൻ പറയുന്നതിനൊക്കെ പിന്നെ നിങ്ങൾ 3 പേരുള്ളപ്പോഴും നല്ല നമ്മള് പരിചയിച്ചതിന്റെ ഒരു അവിടെ ഉള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതൊരു കുറച്ചും കൂടി ഒന്ന് ഇപ്പം പക്ഷേ വലിയ കുഴപ്പമില്ല. യെസ്, ഇനി നമുക്ക് മെയിൻ ആയിട്ട് ബാൽക്കണി പിന്നെ ചേച്ചിയുടെ റൂം എനിക്ക് കാണാനുണ്ട്. പക്ഷെ
അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരുപാട് നേരമായി ചേച്ചി വന്നപ്പോ തൊട്ട് ഈ വീട് മൊത്തം ഇങ്ങനെ നടന്ന് എന്നെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. പിന്നെ ക്രിസ്മസ് അല്ലേ, അപ്പൊ നമുക്ക് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് കുറച്ചേരൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് അതിലേക്ക് പോവാം അല്ലേ? ഓക്കെ, വാ. അപ്പൊ അച്ഛനെ അമ്മ വിളിക്കാം. അതെ, പപ്പേനെ മമ്മീനെ വിളിക്കാം. ഡാഡി, അമ്മ, ബായോ. ആന്റി ഹാപ്പി ക്രിസ്മസ്. പപ്പേ ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ നമ്മൾ 4 തൊടുപുഴക്കാർ അങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. അതെ, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അതെ, ഞാനും തൊടുപുഴ. അപ്പൊ അതാണ് പപ്പേനെ മമ്മീനെയൊക്കെ കാണുമ്പോ എനിക്ക് അത്രയും സന്തോഷം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്താലോ? ഓക്കെ, വാ. ബായോ. അതെ, ചേച്ചി നല്ലോണം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നത്, നമുക്ക് അതേപോലെ തന്നെ നിക്കാം. മമ്മി ഇവിടെ നിന്നോ? നമ്മുടെ ഡ്രസ് മതി. അമ്മയ്ക്ക് ഒരു അട്രാക്ഷൻ. പക്ഷെ ഇതില് ഏറ്റവും ഇടിവിട്ടായിട്ട് നിക്കുന്നത് ഞാൻ മാത്രമായിരുന്നു. മഞ്ഞ ക്രിസ്മസിന്റെ എല്ലാം സെയിം എല്ലാം ഇട്ടോണ്ട് വന്നിരിക്കുന്ന ഞാൻ. ഓക്കെ, കട്ട് ചെയ്താലോ? ഓക്കെ, ഞാൻ തന്നെ കട്ട് ചെയ്താൽ മതിയോ? ഓക്കെ. എന്താ പാട്ട് പാടാ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അതെ, ക്രിസ്മസ്. ഇപ്പൊ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ ഒക്കെ ഒരു വർഷമായിട്ട് ചേച്ചിക്ക് ഞങ്ങൾ എല്ലാരും ആശംസിക്കുകയാണ്. സോ അതെ, ചേച്ചിക്ക് ഒരു പിഞ്ചെടുത്തോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ. എടുത്തു കിട്ടി. പ്ലം കേക്ക് ഇഷ്ടമാണോ ചേച്ചിക്ക്? എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ കേക്ക് കഴിക്കാറില്ല. അപ്പൊ സ്വീറ്റ്സ് കംപ്ലീറ്റ്. ചിലർക്ക് പ്ലം കേക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ പൊതുവെ നമുക്ക് കേക്ക്, ചില പ്ലം കേക്ക് എനിക്ക് ഇഷ്ടമാണ്, എല്ലാം അത്ര രസമാവാറില്ല. എനിക്കതെ ചിലത്, പക്ഷെ ചിലത് ഭയങ്കര കുറെ നാളിന് ശേഷം കഴിക്കുന്നോണ്ട് ഇത് നല്ല രുചിയുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വിശേഷങ്ങൾ പറയാം. നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ചേച്ചി പറഞ്ഞത് ചേച്ചി ഈ ഫ്ലാറ്റിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ് ചേച്ചിയുടെ റൂമിലാണെന്നാണ്. അപ്പം ഞങ്ങൾക്കും പ്രഷർക്കൊക്കെ ചേച്ചിയുടെ ആ റൂം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്കൊന്ന് റൂമിലേക്ക് പോയാലോ? ഓക്കെ, യെസ്. നമ്മൾ ഇനി ചേച്ചിയുടെ റൂമിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. നൈസ്. ആഹാ, ആ റൂമിലും ഉണ്ടല്ലോ ടിവിയും കാര്യങ്ങളൊക്കെ അല്ലേ? വെറുതെ അല്ല, റൂമിൽ തന്നെ ആവശ്യം എല്ലാ കാര്യങ്ങളും റൂമിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെക്കാറില്ല. ഓക്കെ, നമ്മൾ ഈ കോർണർ തൊട്ട് തുടങ്ങാം. നൈസ് ആയിട്ടുള്ള ഒരു ഡസ്റ്റ്ബിൻ അല്ലേ? ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്ത് പ്ലാന്റ്? ഇതിന്റെ പേര് ഞാൻ വിട്ടുപോയി. ഇത് ഇന്റീരിയർ പ്ലാന്റ് ആണ്. ഇന്റീരിയർ പ്ലാന്റ് ആണ്. ഓക്കെ, ഈ വാൾ ഫ്രെയിം ആരാ ചൂസ് ചെയ്തത് ചേച്ചി? ഇതും ഡി ലൈഫ് തന്നെയാണ്. ആക്ച്വലി കാണിച്ചു എനിക്കപ്പം എനിക്ക് ഇത് ഇഷ്ടമായി, ഈ ഒരു തീം. പക്ഷെ ഈ തീമിൽ കുറച്ച് ബ്രൈറ്റ്, എല്ലാം ഒരു എല്ലാത്തിലും ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഒരു വാൾ ഫ്രെയിം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു ചേച്ചിയുടെ ഒരു ഫോട്ടോസ് പോലും വെച്ചിട്ടില്ല. എനിക്ക് ആ കോർണറിൽ വെക്കണം എന്നുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും. ഓക്കെ, ഓക്കെ. വിചാരിക്കും, പിന്നെ നമ്മളത് വിട്ടു. ഓ, ടൈം കിട്ടാത്തോണ്ടല്ലേ? ഓക്കെ. അല്ല, ചിലവർക്ക് ഇങ്ങനെ താല്പര്യം ഇല്ല, അങ്ങനെ പൊതുവെ ഞങ്ങൾ അങ്ങനെ ഫോട്ടോസ് വെക്കാറില്ല. ഈവൻ അവിടെ വീട്ടിലായാലും അങ്ങനെ ഒത്തിരി ഫോട്ടോസ് ഒന്നും ആരുടെയും ഞങ്ങളുടെ ഫോട്ടോസ് ഒന്നും വെച്ചിട്ടില്ല. വെക്കണമെന്നുണ്ട്. ഓക്കെ, ഫ്ലാറ്റിൽ അങ്ങനെ നമുക്ക് വെക്കണം എന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതാണ് ചേച്ചിയുടെ ബെഡ് അല്ലേ? ഓക്കെ, വൗ, നൈസ്. നല്ല മൃദുലമായ ബ്ലാങ്കറ്റും കാര്യങ്ങളും, പ്യൂർ വൈറ്റ് ബെഡ്ഷീറ്റ് ഒക്കെയാ. അയ്യോ, പെട്ടെന്ന് ലൈക്ക് ഡസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ് ചേച്ചി. ഇതിലങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെളി അങ്ങനെ നമ്മള് ചെളിയാക്കുന്നില്ല. ചേച്ചി മാത്രമാണോ ഇവിടെ കിടക്കാറുള്ളൂ? ഇവിടെ മാത്രം, വേറെ ആരെയും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കില്ല? അല്ല, പപ്പേനെയും മമ്മീനെയും അങ്ങനെ? അവർക്ക് ഇതിപ്പോ കുറച്ച് ഹൈറ്റിന്റെ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് ഇത് അത്ര കംഫർട്ട് അല്ല. ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് ചേച്ചിയുടെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ അല്ലേ? തുറക്കണ്ടല്ലോ? വേണ്ട, തോന്നി. ഒന്നുമല്ല, നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്തുള്ളതെല്ലാം എല്ലാം ഇങ്ങനെ വെച്ചേക്കാം. ഈ ക്രിസ്മസ് സ്പെഷ്യൽ ഔട്ട്ഫിറ്റ് ഇത് മാത്രമാണോ അതോ ഇനിയും ചേച്ചി പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മളിനി ക്രിസ്മസിന്
റെഡ് ഓർ വൈറ്റ് പ്രിഫർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇത് യെസ് ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിന് ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും പോവുക. ഓക്കെ, ഈവനിങ് പ്രോഗ്രാം ഉണ്ട് ചേച്ചിക്ക്, അപ്പൊ അതിന് വൈറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഒപ്പം റെഡ് ഇട്ടാണ് ആഘോഷിക്കുന്നത് അല്ലേ? ഓക്കെ. ഈ ലൈക്ക് ഈ ബെഡ്ഷീറ്റ്സിന്റെ ഒക്കെ ഈ കളർ തീം ഒക്കെ ചേച്ചി തന്നെ എല്ലാം ഈ നമ്മുടെ റൂമുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള കളേഴ്സ് തന്നെയാണ് എല്ലായിടത്തും ചൂസ് ചെയ്തേക്കുന്നത്. ആഹാ, ഇതാണോ ചേച്ചിയുടെ കോസ്മെറ്റിക്സ് ആൻഡ് കം ബ്യൂട്ടി എല്ലാം നോക്കുന്ന സ്ഥലമാണ്. ഓക്കേ, ഇവിടെ ഡംബിൾസ് ഒക്കെ ഇരിപ്പുണ്ടല്ലോ. ഡംബിൾസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ? ചെറിയ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്യും റൂമിൽ. ഓക്കേ, വെയിറ്റ് ഉണ്ടല്ലേ? ഒത്തിരി ഇല്ല, ഒന്ന് 2.5ഉം ഒന്ന് 3യും ഉള്ളൂ, അത്രേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. ചെറിയ വെയിറ്റ് ഉള്ളൂ. കാണുമ്പോ ചെറുതായെങ്കിലും എടുത്തു നോക്കുമ്പോ നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ ചേച്ചി, ലൈക്ക് കൂടുതലും ഈ കൊറിയൻ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, കൊറിയൻ അങ്ങനെ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. എന്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്, അപ്പൊ എനിക്ക് അങ്ങനെ ഒത്തിരി പരീക്ഷണങ്ങൾ കോസ്മെറ്റിക്സിൽ നടത്താറില്ല. ഞാൻ വളരെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും. ചേച്ചിയുടെ സ്കിൻ കെയർ റുട്ടീൻ എന്താ? ഭയങ്കര ക്ലിയർ, ഒരു പാടോ പുള്ളിയോ ഓരോ ഇതുപോലും ഇല്ല. എങ്ങനെയാണ് സ്കിൻ കെയർ? ഒരു നൈറ്റ് സ്കിൻ കെയർ ഉണ്ടോ, ഡേ സ്കിൻ കെയർ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, എനിക്ക് ഈ സ്കിൻ കെയർ കുറെ ലെയേഴ്സ് ഓഫ് പ്രൊഡക്ട്സ്, ഒരു ചില പറയും കൊറിയൻ ആണ്, അതിപ്പോ ഒരു 7 or 10 സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവര് കാണിക്കുന്നൊക്കെ എന്റെ മുഖത്തിട്ട് കഴിഞ്ഞാൽ തീർന്നു. ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല, അത്രയും സെൻസിറ്റീവ് ആണ് ഒന്നാമത് സ്കിന്ന്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഒന്നും നമ്മൾ ഒത്തിരി ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഹാപ്പിയാണ് സ്കിൻ. നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ ഒരു 2-3 ഡേയ്സ് വലിയ കുഴപ്പം കാണത്തില്ല. അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്കിൻ ടോൺ ഭയങ്കര മോശമാകും. അപ്പം അതുകൊണ്ട് അത്ര ചേച്ചിയുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാ പോകുന്നത്? ഒരു ഇപ്പം എപ്പോഴും ചേച്ചി മുടക്കാതെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് ഓയിലാണ്, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, ആട്ടി വെളിച്ചെണ്ണ എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടില് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു ഒട്ടുമിക്ക പ്രോബ്ലംസിനും എല്ലാ സ്കിന്നിനും ഓക്കെ ആണോന്ന് എനിക്ക് അറിയില്ല, എന്റെ സ്കിന്നിന് പെർഫെക്റ്റ് ആണത്. ചുമ്മാ ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ അവർക്ക് അത് അതിൽ തന്നെയാണ് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു 1-2 ഡ്രോപ്പ് ഫേസിൽ അപ്ലൈ ചെയ്ത് കിടന്ന ഭയങ്കര ഗ്ലോയി ആയിട്ട് രാവിലെ നമുക്ക് എന്തെങ്കിലും ഈ മേക്കപ്പിന്റെ ബ്രൈറ്റ്നസ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. നൈസ് കാൻഡിൽസ്. ഇത് അത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഞാനത് ഞാനൊരു ഫോട്ടോ കണ്ട് വാങ്ങിച്ചതാ, പക്ഷെ വന്നപ്പോ അത് ഭയങ്കര വലിയ കാൻഡിലായി. വലിയ കാൻഡിൽ, വലിയത് വേണ്ടിടത്ത് ചെറുത്, ചെറുത് വേണ്ടിടത്ത് വലിയത്. ഇത് ഒറിജിനൽ കാൻഡിൽ ആണോ? മേളിലത്തേത് കാൻഡിലാണ്, മറ്റേത് ഒരു മെറ്റാലിക് ഹോൾഡർ, മെറ്റാലിക് എന്തോ ഒരു. ചേച്ചിക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ സെൻസ് അല്ലെങ്കിൽ കാൻഡിലിന്റെ ഒക്കെ കാൻഡിൽസ് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. ആൻഡ് ഇവിടെ ഒരു ചെയർ, നമുക്ക് ഓക്കെ ബുക്സ് വായിക്കാനും ഒക്കെ കുറച്ച് കംഫർട്ട്, ഇരിക്കാനും സുഖമുള്ളൊരു. ഇവിടെ ഇരുന്നാണ് ചേച്ചി ലൈക് മെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറ്? ഇവിടെ ഇരുന്നാണോ? ഇല്ല, കട്ടിലയിൽ കിടന്നിട്ട്. അതാണ് കംഫർട്ട് പ്ലേസ് അല്ലേ? ഓക്കെ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനത്തെ കട്ടൻസ് അല്ലേ ഇട്ടേക്കുന്നത്? ബ്ലൈൻഡ്സ് ഒന്നിലും പോയി. ബ്ലൈൻഡ്സ് നമുക്ക് അത്ര കംഫർട്ട് അല്ല. ഓക്കെ. ലോങ് റണ്ണിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബ്ലൈൻഡ്സ് ക്ലീൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിലും ബെറ്റർ ഓപ്ഷൻ ഇതായിട്ട് കർട്ടനാണ്. ഓക്കെ, നൈസ്. ഭയങ്കര ലോ ആയിട്ടല്ലേ ബെഡ് പ്ലേസ് ചെയ്തേക്കുന്നത്? വന്നിരിക്കും ഇങ്ങനെ അവർക്ക് എണീറ്റ് ഇങ്ങനെ വരാനൊക്കെ. ചേച്ചിക്ക് എങ്ങനെയാണ്? ഇങ്ങനത്തെ ആണോ? കംഫർട്ടാണ്. ഓക്കെ. ഇപ്പൊ ഉരുണ്ട് പിടിച്ച് വീണാലും കുഴപ്പമൊന്നുമില്ല, വീണാലും വലിയ പരിക്കൊന്നും. അതെ, പരിക്കൊന്നും പറ്റത്തില്ല. ഓക്കെ. ഇരുന്ന് കിടന്നിട്ട് എഴുന്നേക്കാന്നുള്ളതാണ് ഒരു ചടങ്ങ്. ആ ലൈക്ക് അതെ, ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പുഷ് ചെയ്തിട്ടൊക്കെ. അതൊരു കഷ്ടപ്പാടാണ്. ഓക്കെ. ആൻഡ് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അല്ലേ? വാവ്. ഇത് ഓപ്പൺ ചെയ്യാലോ? ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ ബാൽക്കണി. ഇത് ക്രിസ്മസ് ആയിട്ട് വെട്ടി തിളങ്ങി നിൽക്കുന്ന. വാവ്, നൈസ്. ഇങ്ങനെ മ്യൂസിക് ഉണ്ടല്ലേ ഇവിടെ? ഭയങ്കര രസമായിട്ടുള്ള വ്യൂ ആണ് ചേച്ചി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ട്ടോ, എന്താ ഭംഗി. ക്രിസ്മസും കൂടി ആയിട്ട് നല്ല രസമല്ലേ? ടൗണില് ലുക്ക് കാണാൻ തന്നെ അടിപൊളി. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്. ആണല്ലേ? ഓക്കെ.
ഇനി തൊട്ട് എന്റെ ഫേവറേറ്റ് സ്പോട്ട് ഏതാണ്, ഞാൻ ഇന്ന് പോണോ എന്നാണ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത്. അതെ, ഒരുമിച്ച് അങ്ങ് കൂടിയിട്ട് നമുക്ക് ന്യൂ ഇയറും കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ നല്ല രസം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ക്യാമറയിൽ കൂടെ എത്രത്തോളം കിട്ടണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ നേരിട്ട് കാണുമ്പോഴുണ്ടല്ലോ ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. കാരണം ഇവിടുത്തെ എപ്പോഴും ഈ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഈ ഒരു വ്യൂവിന്റെ. ചിലപ്പം ഭയങ്കര മൂടിയായി കിടക്കുന്ന സമയമാണെങ്കിൽ അത് വേറൊരു രസമായിരിക്കും. ചിലപ്പം നമുക്ക് സൂര്യൻ കാണാം, അവിടെ കടലാണ്, അപ്പൊ സൂര്യൻ ഇങ്ങനെ താന്നു പോകുന്നത് കാണാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു റെഡിഷ് ഒരു സ്കൈ ഉണ്ട്, സ്കൈയും ഇതും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ക്രിസ്മസിന്റെ ഇങ്ങനെ സെലിബ്രേഷൻ നടക്കുന്നതുകൊണ്ട് താഴെയൊക്കെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. വാം ലൈറ്റ്സ് വെച്ച് ഫുൾ ഇങ്ങനെ ബാൽക്കണി മൊത്തം ചേച്ചി ഡെക്കറേറ്റ് ചെയ്തേക്ക്. ഇവിടെ ഉണ്ട് ഇരിക്കാനുള്ള അല്ലേ, സ്പേസ് ഉണ്ട്. ഓക്കേ അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി, ഇത്രയും നേരം ഈ ഒരു ക്രിസ്മസ് ദിവസം ഞങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്തതിന്, മൈൽ സ്റ്റോൺ ഫാമിലിയോടൊപ്പം സെലിബ്രേറ്റ് ചെയ്തതിന് ഒരു അടിപൊളി ക്രിസ്മസ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതെ, പപ്പയും മമ്മിയും അവരൊന്നും ഇത്രയും നേരം ക്യാമറയുടെ ഫ്രണ്ടിലോ അവരെങ്ങനെ വരാത്തത്, നമ്മളെ പോലെ ആക്ഷനോ കട്ടോ ഒന്നും അറിയില്ലാത്ത രണ്ട് പാവങ്ങൾ കേട്ടോ. അവര് എന്താ പറയാ, അവര് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം എനിക്ക് തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട്, ഭയങ്കര നല്ലൊരു പപ്പയും മമ്മിയും. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു ദിവസം മൊത്തം ഞാൻ ചേച്ചിയുടെ ഒപ്പമായിരുന്നു സ്പെൻഡ് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ മൈൽ സ്റ്റോൺ ഫാമിലിനെ ചേച്ചി ട്രീറ്റ് ചെയ്തു. അപ്പൊ ഒരുപാട് ഐശ്വര്യങ്ങൾ ഇനിയും ചേച്ചിക്കും ചേച്ചിയുടെ പപ്പയ്ക്കും മമ്മിക്കൊക്കെ വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. ഓക്കെ ചേച്ചി, അപ്പൊ ചേച്ചിക്ക് ഇതേ ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. റാഡിസൺ ബ്ലൂവിന്റെ വരെ ഒരു ക്രിസ്മസ് ഹാമ്പർ ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ ആരും ഇത് ഉപയോഗിക്കില്ല, പക്ഷെ ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ നല്ല അടിപൊളി, അയ്യോ എടുക്കാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നുണ്ട്, വില്യംസ് വൈൻ, അതും ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഷോയ്ക്ക് നമുക്ക് വെക്കാം. അതെ, ഓക്കെ. കുറേ ഉണ്ട്. യെസ്, ഇത് പൊട്ടിച്ചോക്ക് ഒരു അടിപൊളി സംഭവമാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ, D1 സോപ്പാണ്. അപ്പൊ ഹണി റോസിന് റോസ് സോപ്പ്. ഓക്കെ, ഇപ്പൊ D1 സ്പെഷ്യൽ ആയിട്ട് ചേച്ചിക്ക് വേണ്ടി ക്രിസ്മസ് ഗിഫ്റ്റ് അയച്ചു തന്നേക്കണാണ്. ഇപ്പൊ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡ് ആണ് D1. അപ്പം ഒരു വർഷത്തേക്ക് ചേച്ചിക്ക് അല്ലെ, ഒരു വർഷത്തേക്ക് തേക്കാനുള്ള അതെ റോസ് സോപ്പ് ഉണ്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.